ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ആകെ ഇങ്ങനെ മാറിയിരിക്കുകയാണ്. തൊണ്ടയ്ക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു. സൗണ്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റായത് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരാഴ്ചയിലെ വിശേഷങ്ങളാണ്. അപ്പോൾ വിഷുവിൻ്റെ അന്ന് രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ഇട്ടിട്ടുള്ളതാണ്. തിരക്കായിരുന്നു എന്നുള്ളത്. അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ടൈം കിട്ടിയത് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും എൻ്റെയും ഫാമിലിയുടെയും വക വിഷു ആശംസകൾ നേരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു 4:30 ആയപ്പോഴത്തേനും എഴുന്നേറ്റിട്ട് വിളക്കൊക്കെ ഒന്ന് കൊളുത്തി. അപ്പോൾ ഞാനാണ് രാവിലെ എഴുന്നേറ്റത്. സാധാരണ എല്ലാ പ്രാവശ്യവും എഴുന്നേറ്റാൽ ആദ്യം കുളിക്കും. അപ്പോൾ ഇത്തവണ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് മുഖം ഒന്ന് കഴുകി കൈയും കാലും കഴുകിയിട്ട് വിളക്ക് കൊളുത്തുകയാണ് ചെയ്തത്. അതിനുശേഷം ഹസ്ബൻഡിനെ മോളെയൊക്കെ കണി കാണിച്ചു കൊടുത്തു. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ കണി കാണണമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ ആദ്യം കാണേണ്ടത് ഈ കണിയാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ കണി അതായിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ആദ്യം കാണേണ്ടത് ഭഗവാനെയാണെന്നാണ് പറയുന്നത്. തലേ ദിവസം തന്നെ ഞാൻ കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞു. പിന്നീട് ടിഫിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് വിഷു ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് എൻ്റെ അമ്മയൊക്കെ വരുന്നുണ്ട്. അമ്മയും അനിയനും വൈഫുമാണ് വരുന്നത്. അച്ഛൻ വരുന്നില്ല. അപ്പോൾ രാവിലെ അവരെത്തുമ്പോഴത്തേനും 11 മണിയാവും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞങ്ങൾ രാവിലെ ഒന്ന് ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി. അതിന് ശേഷമാണ് ഞാൻ പോയത്. അപ്പോൾ അവർ വരുമ്പോഴത്തേനും കൊടുക്കാമല്ലോ, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ടാണ് അവരെത്തുന്നത്. ട്രെയിനിൽ നിന്ന് അവർ ഭക്ഷണം കഴിക്കും. എന്നാലും അവർ വരുമ്പോഴത്തേനും അവർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി വെച്ചു. പിന്നെ നമ്മുടെ സദ്യയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കണം. അതൊക്കെ വന്നിട്ട് വേണം ചെയ്യാനായിട്ട്. സാധാരണ എല്ലാ വർഷവും ഞാൻ തലേ ദിവസം ചെയ്തിട്ടാണ് കിടക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ എനിക്ക് സമയം കിട്ടിയില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ കൈനീട്ടമൊക്കെ കൊടുത്തതിന് ശേഷം എല്ലാവർക്കും അമ്മയ്ക്കും ഹസ്ബൻഡിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ കൈനീട്ടം കൊടുത്തിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയ ക്ഷേത്രം ഇവിടെ അടുത്ത് തന്നെയുള്ള അണ്ണാനഗറിലുള്ള മലയാളികളുടെ അയ്യപ്പ ക്ഷേത്രത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരക്ക് കാരണം ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള വേറൊരു ക്ഷേത്രത്തിൽ പോയിട്ട് വന്നു. പിന്നെ അതിനിടയിൽ വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും തന്നെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയനും വൈഫും കുഞ്ഞും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരൊക്കെ വന്നതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും കൂടി കുറേ നാൾക്ക് ശേഷം കണ്ടതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുത്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ്. പിന്നീട് സദ്യ ഒക്കെ ഉണ്ടാക്കി ഞങ്ങളത് കഴിക്കുന്നുണ്ട്, അവർക്കും കൊടുത്തു. പിന്നെ അനിയൻ്റെ കുഞ്ഞാണത്, മോനാണ്. മോൻ്റെ പേര് ഋതുഷ എന്നാണ്. അപ്പോൾ ആമിയും ഭയങ്കര സന്തോഷമായി. കാരണം ഇവിടെ ആരും ഇല്ലല്ലോ അവൾക്ക് കളിക്കാനായിട്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടി കണ്ടതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ അനിയൻ നൈജീരിയയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 വർഷത്തിന് ശേഷം അവനും തിരികെ വന്നതാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങളൊന്ന് ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന അണ്ണാനഗർ ക്ഷേത്രത്തിൽ തിരക്കായതുകൊണ്ട് പോകാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് വൈകുന്നേരം ഇവരെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അണ്ണാനഗർ ടവറും ഉള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ അനിയനും അമ്മയും. പിന്നെ ഇതാണ് അനിയൻ്റെ വൈഫ്, കുഞ്ഞും. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു കാർ ബുക്ക് ചെയ്തിട്ട് വന്നു. ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ വണ്ടിയിലാണ്, സ്കൂട്ടറിലാണ് വന്നത്. അങ്ങനെ വൈകുന്നേരം സമാധാനമായിട്ട് വന്ന് ഭഗവാനെ ഒന്ന് തൊഴുതു. കാരണം നല്ലതായിട്ട് അധികം അങ്ങനെ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം വൈകുന്നേരം അധികം അങ്ങനെ തിരക്ക് കാണത്തില്ല. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. പിന്നെ അതിന് ശേഷം ടവറിലേക്കൊന്ന് കയറി. അപ്പോൾ ഇവിടെ ഒരു 8 മണി വരെ എന്താണ് സമയമുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറിയപ്പോഴത്തേന് തന്നെ 7:30 കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നേരമാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം കിട്ടിയത്. ഒരു 2 വർഷം മുന്നേ അനിയനും വൈഫും ഒക്കെ വന്നപ്പോഴത്തേനും, കുഞ്ഞുണ്ടാകുന്നതിന് മുന്നേ വന്നപ്പോഴത്തേനും ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടവർ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ മേലെ കയറാനൊന്നും പറ്റത്തില്ലായിരുന്നു 2 വർഷം മുന്നേ. അപ്പോൾ ഇത്തവണ അവർക്ക് മേലെ കയറണമെന്നൊക്കെ ആഗ്രഹിച്ചാണ് വന്നത്. പക്ഷേ ടൈം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് 6 മണിക്ക് ശേഷം മേലെ കയറാനായിട്ട് പറ്റാത്തതുകൊണ്ട് താഴെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വരുവാണ് ചെയ്തത്. പിന്നെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും ഞങ്ങൾ പിസ്സയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു.
പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മൺഡേ ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മൺഡേ ഞങ്ങൾ രാവിലെ ഒരു മൂവിക്ക് പോയി. ഞാനും ഹസ്ബൻഡും കൂടെയാണ് പോയത്. അവരൊന്നും വന്നില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി. പിന്നെ ഇവർക്ക് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് ശരവണ സ്റ്റോറിലേക്ക് ഇവർ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് കാർ ബുക്ക് ചെയ്തിട്ട് ബസന്ത് നഗർ ബീച്ചിലേക്കാണ് പോയത്. അപ്പോൾ അനിയനൊക്കെ ഫസ്റ്റ് ടൈമാണ് ബസന്ത് നഗറിൽ വരുന്നത്. ഇതിന് മുന്നേ അവർ വന്നിട്ടുള്ളത് മറീന ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബസന്ത് നഗറിൽ നൈറ്റ് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോഴത്തേനും വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ശരിക്കും അവർ ഒരാഴ്ചത്തേക്ക് കണക്കിനാണ് വന്നത്. സാറ്റർഡേ കയറി സൺഡേ വീട്ടിലെത്തി. സൺഡേ ടു ഫ്രൈഡേ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈഡേ അവർ തിരികെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ ഞങ്ങൾ ഓരോ സ്ഥലത്തേക്ക് അവരെയും കൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ ശരിക്കും നിന്നില്ല. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല. പിന്നെ ബസന്ത് നഗർ ബീച്ചിൽ വന്നാൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് മീൻ കഴിക്കാറുണ്ട്. അപ്പോൾ അനിയൻ്റെ വൈഫ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്മയും ഞാനും അനിയനും ഒക്കെ കഴിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് മീൻ ഫ്രൈ ആണ് മേടിച്ച് കഴിച്ചത്. കണവയും കൊഞ്ചും ഒക്കെയാണ് കഴിച്ചത്. വലിയ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ സാധാരണ വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ കിട്ടുന്നതിൻ്റെ അത്രയും നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. നൈറ്റ് ആയപ്പോഴത്തേനും മീനൊരു ചെറിയ പ്രശ്നം പോലെ തോന്നി. കുഞ്ഞിനും ഇത് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ കുഞ്ഞിന് പുറത്തുനിന്നുള്ള ഫുഡ് അങ്ങനെ അധികം കൊടുക്കാറില്ല. ഇതുപോലെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമി ഇതുപോലൊരു റൈഡിലൊക്കെ ഒന്ന് കയറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ട്യൂസ്ഡേ വൈകുന്നേരം ആയപ്പോഴത്തേനും സ്പെൻസർ പ്ലാസ മാളിലേക്കൊന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അവരെ. അപ്പോൾ ഇവിടെയും ആദ്യമായിട്ടാണ് അവർ വരുന്നത്. ഇതിന് മുന്നേ അനിയൻ കല്യാണം കഴിയുന്നതിന് മുന്നേ ഇവിടെ വരുമ്പോഴും ഒക്കെ ഞങ്ങൾ വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ മുന്നേയൊക്കെ ഞങ്ങൾ വണ്ടലൂർ സൂയിലും ഒക്കെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അധികം വന്നിട്ടില്ല. അവരും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമായിരുന്നു. സ്പെൻസറിൽ നിന്ന് നമുക്ക് അങ്ങനെ ഭയങ്കര ക്വാളിറ്റിയുള്ള സാധനങ്ങളൊന്നും കിട്ടത്തില്ല. എന്നാലും അത്യാവശ്യം റേറ്റ് കുറച്ച് നമുക്ക് റെഗുലർ യൂസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരുവാണ് ചെയ്തത്. പിന്നെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വീട്ടിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ ദിവസം അവർക്ക് ഓരോ റെസിപ്പിയാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സാമ്പാർ സാദം, നമ്മുടെ കേരള ബിരിയാണി, അതുപോലെ ടൊമാറ്റോ റൈസ്, അങ്ങനെ പലതരത്തിലുള്ള അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വെനസ്ഡേ ഞങ്ങൾ രാവിലെ തന്നെ വടപ്പളനി കോവിലിൽ പോകുന്നുണ്ട്. മുരുക ക്ഷേത്രമാണ് ഇവിടെ, നമ്മുടെ ചെന്നൈയിലെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പോൾ കുഞ്ഞിന് മുട്ട അടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ അവർ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് മുട്ട അടിക്കണമെന്നുള്ളത്. അപ്പോൾ ശരിക്കും അച്ഛൻ വരാത്തത് കൊണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നല്ല ചൂടാണ്. ഇവിടെ വന്നപ്പോഴത്തേനും അവർക്ക് ചൂട് ശരിക്കും താങ്ങാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതും അവർ കാറിൽ വരുവാണ് ചെയ്തത്. ഞാനും ഹസ്ബൻഡും കൂടി ഞങ്ങളുടെ സ്കൂട്ടറിലാണ് പോയത്. അപ്പോൾ ആമിക്ക് മുട്ട അടിക്കണമെന്ന് ആദ്യം വിചാരിച്ചു, പിന്നീട് ഞങ്ങൾ ചെയ്തില്ലായിരുന്നു. അങ്ങനെ അവർ നേരത്തെ തന്നെ കാറിൽ അവിടെ എത്തി. ഞങ്ങൾ തൊട്ട് പുറകെ തന്നെ സ്കൂട്ടറിൽ എത്തുകയും ചെയ്തു. അപ്പോൾ വന്നപ്പോഴത്തേനും ഭയങ്കര വെയിലാണ്. കാല് നമുക്ക് എടുത്ത് വെക്കാനൊന്നും പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് ചൂട് കൊണ്ട് കാലൊക്കെ പൊള്ളി പോകുന്നൊരവസ്ഥയായിരുന്നു. അത്രയ്ക്കും ചൂടാണ്. ഇനിയിപ്പോൾ മെയ് മാസം ആകുമ്പോഴത്തേനും ഒക്കെ ഭയങ്കരമായിട്ട് ചൂടായിരിക്കും. നമുക്ക് ഒട്ടും തന്നെ നമുക്ക് പുറത്തൊന്നും ഇറങ്ങാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ കോൾഡ് ആയിരിക്കുന്നതുകൊണ്ട് സൗണ്ടൊക്കെ ആകെ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് തോന്നുമായിരിക്കും. അപ്പോൾ ശബ്ദം കൂടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ശരിക്കും ഈ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനും ഒന്നും എടുക്കാത്തത്. അങ്ങനെ കുഞ്ഞിനെ മുട്ടയടിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ നല്ലതായിട്ടിരുന്നെങ്കിലും പിന്നീട് തൊട്ടടുത്തുള്ളൊരു കുഞ്ഞിനെ മുട്ടയടിക്കുന്ന കേട്ടിട്ട് കരയാണ് ഉണ്ടായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ കുളിപ്പിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. മോനെ കുളിപ്പിച്ച് റെഡിയാക്കി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ നേരെ ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് പോയി. അതിന് മുന്നേ തന്നെ അവരിങ്ങനെ ചന്ദനമൊക്കെ പൂശിത്തരും. അപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോഴത്തേനും ആൾ ഹാപ്പിയായി. ആ മുട്ട അടിക്കുന്ന സമയത്തുള്ളൊരു കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അങ്ങ് ഓക്കെ ആവുകയാണ് ചെയ്തത്. നല്ല ചൂടാണ്, നല്ല വെയിലത്താണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ക്ഷേത്രത്തിലേക്ക് പോയതും ഞങ്ങൾ പോയ സമയം കറക്റ്റായിരുന്നു. ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോഴത്തേനും ക്ഷേത്രം അടയ്ക്കുകയാണ് ഉണ്ടായത്. 12:30 വരെയാണ് ഇവിടെ ടൈമുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേനും ഏകദേശം ഒരു 11:30 കഴിഞ്ഞു. മുട്ടയടിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ കയറി തൊഴുതു. അതിന് ശേഷം അവിടെ നിന്ന് പ്രസാദമൊക്കെ കിട്ടി. പ്രസാദമൊക്കെ വാങ്ങി കഴിച്ചു.
പിന്നെ കുറച്ച് നേരം 10-15 മിനിറ്റ് അവിടെ ഒന്ന് ഇരുന്നതിന് ശേഷം കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു. ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊന്ന് കണ്ടു നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ശരവണയിലേക്കാണ് പോയത്. അവിടെ നിന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡും അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത്. പിന്നെ അതിന് ശേഷം അവർ നെക്സ്റ്റ് ഡേ തന്നെ നാട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ എൻ്റെ വീട്ടുകാരെയും അമ്മയും അനിയൻ്റെ വൈഫിനെയൊക്കെ കണ്ടല്ലോ എല്ലാവരും. അപ്പോൾ എല്ലാവരും കൂടി നല്ലൊരു വിഷുവാണ് ഞങ്ങൾ ആഘോഷിച്ചത്. ഒരിക്കലും മറക്കാനാവാത്തൊരു വിഷുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.